ഞങ്ങളുടെ ന്യൂട്രീഷൻ ഫെസ്റ്റാണ് ന്യൂട്രിനോവ 2026. BSc നഴ്സിംഗ് പഠിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും അറിയാമെന്നാണല്ലോ, നമ്മുടെ സെക്കൻഡ് സെമ്മിൽ ന്യൂട്രീഷൻ എന്ന് പറയുന്നൊരു സബ്ജക്റ്റ് ഉണ്ട്. ആ സബ്ജക്റ്റിൻ്റെ പ്രാക്ടിക്കൽസിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ ന്യൂട്രീഷൻ ഫെസ്റ്റ് എല്ലാ കോളേജിലും നടത്തുന്നത്. മിക്ക എല്ലാ നഴ്സിംഗ് കോളേജിലും ഈ ന്യൂട്രീഷൻ ഫെസ്റ്റ് നടത്താറുണ്ട്. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളാണ് എല്ലാ സാധനങ്ങളും പർച്ചേസ് ചെയ്യുന്നതും നമ്മളാണ്, കുക്ക് ചെയ്യുന്നതും നമ്മളാണ്, അതുപോലെ തന്നെ പ്രസൻറ്റ് ചെയ്യുന്നതും നമ്മളാണ്. ഇതിനെല്ലാം നമുക്ക് മാർക്കുള്ളതാണ്. ഇതിനു വേണ്ടി നമുക്ക് ടോട്ടൽ 3 days കിട്ടും. ഇന്ന് ഞങ്ങളുടെ ന്യൂട്രീഷൻ ഫെസ്റ്റിൻ്റെ ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഗ്രൂപ്പല്ല, ആദ്യത്തെ ഫസ്റ്റ് 4 ഗ്രൂപ്പല്ലേ, ഫസ്റ്റ് 3 ഗ്രൂപ്പാണ്. നാളെ ഞങ്ങളുടെ അഖിലിന്ന് ഫസ്റ്റ് ഗ്രൂപ്പിലുണ്ട്. ആദ്യത്തത് ഇത് ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളവരാണ്. ഇവരിവിടെ കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഗായ്സ്, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്, നമ്മുടെ ന്യൂട്രീഷൻ ഫെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നല്ല അടിപൊളിയായിട്ടാണ്. അർഫിൻ സ്പെഷ്യൽ എന്താ അർഫിൻ ഉണ്ടാക്കുന്നത്? അവിൽ മിൽക്ക്. അർഫിൻ്റെ ചിരി കണ്ടില്ലേ? ചിരി കണ്ട ഇതാണ് അഖിലേൻ്റെ അഖില സ്പെഷ്യൽ. ബെസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കി, ഒത്തിരി ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ നമുക്ക് 3 days ആയിരുന്നു ഈ ന്യൂട്രീഷൻ ഫെസ്റ്റിന് ടോട്ടലായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ഡേ വന്നിട്ട് നമുക്ക് പർച്ചേസിങ്ങും കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് നമുക്ക് ടൗണിലോട്ട് പോകുമായിരുന്നു. അതിന് കുറച്ച് പേര് പോയി, ബാക്കിയുള്ളവർ നമ്മുടെ ന്യൂട്രീഷൻ ലാബിലിരിക്കുന്ന പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്ത് വെക്കുക. പിന്നെ നമുക്ക് ആവശ്യമുള്ള പാത്രവും ഇതൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. അതൊക്കെയായിരുന്നു. നമ്മളെല്ലാവരും ഒരുപോലെ എൻജോയ് ചെയ്തൊരു 3 days ആയിരുന്നു കേട്ടോ ഈ ന്യൂട്രീഷൻ ഫെസ്റ്റ്. കാരണം നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഒരുമിച്ച് ഫുഡ് ഉണ്ടാക്കുകയും അതുപോലെ തന്നെ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കുകയൊക്കെ ചെയ്യുന്നത് ഒരു നല്ലൊരു ഹാപ്പിനെസ് ആയിരുന്നു. നമ്മുടെ ക്ലാസ്സിൽ 100 സ്റ്റുഡൻസ് ഉള്ളതുകൊണ്ട് 6 ഗ്രൂപ്പായിട്ടായിരുന്നു തിരിച്ചത്. അപ്പോൾ സെക്കൻഡ് ഡേ തൊട്ടാണല്ലോ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. ഫസ്റ്റ് 3 groups ആയിരുന്നു ആദ്യത്തെ ദിവസം പ്രസൻറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ബാച്ചുകാർ കുക്ക് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ സെക്കൻഡ് ബാച്ചുകാർ അവിടെ ഇരിപ്പുണ്ടല്ലോ, അപ്പോൾ അവർ കുക്ക് ചെയ്യുമ്പം അതിൻ്റെ സാധനങ്ങളും, അതായത് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് അവൾ ഷെയർ ചെയ്ത് തരുന്ന കേട്ടോ കണ്ടത്. അതുകൂടാതെ അവർ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ നമ്മൾ അതിൻ്റെ ഇടയിൽ കയറി എന്തെങ്കിലുമൊക്കെ അവിടെ നിന്ന് തിന്നുകയോ എടുക്കുകയൊക്കെ ചെയ്യാമായിരുന്നു. അതൊക്കെ ഒരു ഫണ്ണായിരുന്നു കേട്ടോ. നമ്മൾ ശരിക്കും ഈ 3 days നമ്മൾ നല്ല എൻജോയ് ചെയ്തിട്ടായിരുന്നു അവിടെ നിന്നത്. പിന്നെ ചെറിയ രീതിയിൽ ഫ്ലോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പായസം ഉണ്ടാക്കിയത് ഫസ്റ്റ് ബാച്ചുകാർ പായസം ഉണ്ടാക്കി ചെറുതായിട്ടൊന്ന് ഫ്ലോപ്പായിരുന്നു. ബട്ട് അവർ സെക്കൻഡ് ടൈം ഉണ്ടാക്കിയപ്പോഴത്തേക്ക് അത് ശരിയായി സെറ്റായി. എന്തായാലും ഫുഡ് കാര്യങ്ങളൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ മസാല ദോശ ആയിക്കോട്ടെ, റൈസ് ആയിക്കോട്ടെ, ഷേക്ക് ആയിക്കോട്ടെ, പാൻ കേക്ക് ആയിക്കോട്ടെ, എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ടീച്ചേഴ്സ് തന്നെ അതിശയിച്ച് പോയി. ലൈക്ക് നമ്മൾ ഇത്രയും നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കുമോ, എല്ലാവരും ഇതിൻ്റെ റെസിപ്പി പറയുമോ എന്ന് എല്ലാവരും തന്നെ ചോദിച്ചു. അതുകൂടാതെ മെയിനായിട്ട് പറയേണ്ടത് അവരുടെ പ്രസൻറ്റേഷൻസ് ആയിരുന്നു കേട്ടോ. നമ്മുടെ ചാർട്ട് വർക്ക്സ് കാണുമ്പോഴേ അറിയാം നമ്മൾ എത്രത്തോളം അതിൽ എഫേർട്സ് ഇട്ടിട്ടുണ്ടെന്ന്. ഫസ്റ്റ് ബാച്ചുകാരുടെ ചാർട്ട് വർക്കും പ്രസൻറ്റേഷൻസും ഒക്കെ നല്ലതായിരുന്നു. ഇനി കുറച്ച് ഞങ്ങളുടെ സ്നേഹപ്രകടനങ്ങൾ കാണാം. ഓണനിലാവല്ലേ അമ്മയെന്നും നന്മ മലരല്ലേ, ആരെ കണ്ടാലും അവരെല്ലാം അമ്മയ്ക്ക് കുഞ്ഞുങ്ങൾ. ഞാനും ഈ അമ്മയ്ക്ക് പൊന്നുണ്ണി, എന്നും പൊന്നുണ്ണി. തങ്ക മനസ്സ് ഈ അമ്മ മനസ്സ്, മുറ്റത്തെ തുളസി പോലെ, ഈ മുറ്റത്തെ തുളസി പോലെ. അപ്പോൾ ന്യൂട്രീഷൻ ഫെസ്റ്റിൻ്റെ ലാസ്റ്റ് ഡേയിൽ ഞങ്ങളുടെ ബാച്ചാണ് ലാസ്റ്റ് ഡേ പ്രസൻറ്റ് ചെയ്യുന്നത്. ഞങ്ങളുടെ ബാച്ചും പിന്നെ ലാസ്റ്റ് 2 groups കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് കുറച്ച് വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഓരോരുത്തർക്ക് ഡിവൈഡ് ചെയ്താണ് കൊടുത്തത്. ഞങ്ങൾക്ക് ചെയ്യാനുണ്ടായിരുന്നു ഇതാണ്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ 5th ഗ്രൂപ്പിൻ്റെ പ്രസൻറ്റേഷൻ ആയിരുന്നു ഇന്ന്. ഞങ്ങൾ രാവിലെ ഒരു 7:30 ഒക്കെ ആയപ്പോഴത്തേക്കും കോളേജിൽ വന്നു. അപ്പോഴേ ഞാൻ കയറി സവാള എറിയാനായിട്ട് കയറി. അപ്പോഴത്തേക്കും എൻ്റെ കണ്ണ് മൊത്തം നിറഞ്ഞു. രാവിലെ കണ്ണൊക്കെ എഴുതിയത് മൊത്തം അങ്ങനെയേ പോയി. അപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ഫുഡെല്ലാം പ്രിപ്പയർ ചെയ്യുന്നത്
ഓരോ പേഷ്യൻസിന് അവരുടെ കണ്ടീഷൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഫുഡ് അല്ലെങ്കിൽ ഡയറ്റ് പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിന് ഡയറ്റ് പ്ലാൻ ഫോർ ജോണ്ടീസ്, അതായത് ഒരു ജോണ്ടീസ് പേഷ്യൻസിന് എന്തൊക്കെ കഴിക്കാം, അവരുടെ ഒരു രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ളൊരു മെനു അനുസരിച്ചാണ് നമ്മൾ അവർക്ക് വേണ്ടി ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. കുറേ പ്രോട്ടീൻ ആയിട്ടുള്ള ലോ ഫാറ്റ് ആയിട്ടുള്ള ഫുഡൊക്കെയാണ് ഉണ്ടാകുന്നത്. അപ്പം മുട്ടക്കറിയാണ് കാണിക്കുന്നത്. ടൊമാറ്റോ റൈസിനായിരിക്കാം നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണ്? ഗൈസ്, ഞങ്ങൾ രാവിലത്തെ മുട്ടക്കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണേ. ഇതെന്തായാലും നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഓറിയോ ഇഡ്ഡലി ഉണ്ടാക്കുകയാണ് ഗൈസ്. അപ്പം ഞങ്ങൾ ഉണ്ടാക്കിയത് അപ്പവും മുട്ടക്കറിയും, പിന്നെ ടൊമാറ്റോ റൈസ്, പിന്നെ അതുപോലെ ഇഡ്ഡലി, അതായത് ഓറിയോ, കോൾഡ് കോഫി, വാട്ടർ മെലോൺ ജ്യൂസ്, ഫ്രഷ് ലൈമ്, ഇങ്ങനെ ചെറിയ ചെറിയ അബദ്ധങ്ങളൊക്കെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇറ്റ്സ് ഓക്കെ. ഫൈനൽ എന്തായാലും ഞങ്ങളുടെ പ്രസൻറ്റേഷൻസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം എത്ര രസമായിട്ടുണ്ടായിരുന്നെന്ന്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിരുന്നു എല്ലാ ഫുഡും. ടൊമാറ്റോ റൈസ് ആയിക്കോട്ടെ, അപ്പവും മുട്ടക്കറിയും, പിന്നെ ഷെയ്ക്കും ജ്യൂസും എല്ലാം അടിപൊളിയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാത്തിനും. ഐ തിങ്ക് ഞങ്ങൾ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു കേട്ടോ.